Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ട്രൈബ് മാൻ ആണെങ്കിൽ വില്ലന്മാരെ കൊണ്ട് അങ്ങനെ ഉഷാറായിട്ട് ഓടി വരികയാണ്. മൗണ്ട് ലേഡി അവൾക്കാണെങ്കിൽ ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും അതിന്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് അവളിപ്പോൾ അതിനെ പിടിച്ചു വലിക്കും. ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് മോമോ ടീമിനെ കാണിക്കും. അവർക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. മോമോ ആണെങ്കിൽ ആ ഒരു ട്രൈബ് മാനെ മയക്കാനായിട്ട് തയ്യാറാവും. അവർ ചെക്ക് ചെയ്ത പ്രകാരം 25 അടി നീളവും അതുപോലെ തന്നെ അതിന്റെ പുറകിൽ നിന്ന് ഒരു ബ്ലാക്ക് ഫ്ലെയിം അങ്ങനെ എരിയുന്നുണ്ടെന്ന് മനസ്സിലാക്കും. പക്ഷെ ആ ബ്ലൂ കളർ ഫ്ലെയിം അത് അവൻ്റെതല്ലെന്ന് അവർക്ക് ഉറപ്പാണ്. കാരണം ഇതിനു മുൻപ് സമ്മർ ടൈമിൽ ഐസമ മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ ഡാവി പയ്യന് ഇതേ പവർ തന്നെയാണ്. സോ അവന്റെ ബോഡിയിൽ മറ്റേതെങ്കിലും വില്ലന്മാരുണ്ടാവുമോ എന്ന് അവർക്ക് സംശയം തോന്നും. ഓമോ ആണെങ്കിൽ എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുക്കും. അവന്റെ ചുമലിൽ ഒരുപാട് വില്ലന്മാരുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. മാത്രമല്ല മാസ്റ്റർ മിഡ് നൈറ്റ് അവർ നമ്മളോട് പറഞ്ഞത് ട്രൈബ് വില്ലനെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അവനെ മയക്കുകയല്ലാതെ വേറെ വഴിയില്ല. സോ 30 ലിറ്ററെങ്കിലും ആ ഒരു മയക്കുമരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. എങ്ങനെയെങ്കിലും അവന്റെ വാ തുറന്ന് ഈ അൺഡൈല്യൂട്ട് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മയക്കുമരുന്ന് അത് അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിന് ഡോസേജ് ഒരുപാട് കൂടുതലാണ്. ഇതുപയോഗിച്ച് അവനെ നമുക്ക് മയക്കാൻ കഴിയുമെന്ന് പറയും. ആദ്യം കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു ലോക്ക് അത് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അതിന്റെ പണി അത് തുടങ്ങും. ആദ്യം ജിസോ ആണെങ്കിൽ ആ ഒരു സ്ഥലം അതങ്ങനെ വഴുവഴാന്നാക്കി മാറ്റും. അങ്ങനെയാണെങ്കിൽ എളുപ്പമായിട്ട് അവനോടെ മൂവ് ചെയ്യാൻ കഴിയാതെ സ്റ്റക്കായി പോവും. മിനട്ടോ ആണെങ്കിൽ അവന്റെ തലയിലുള്ള ബോള് അതുപയോഗിച്ച് ഒരുപാട് ബോംബുകൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കും. പൊട്ടിത്തെറിക്കുന്ന ചില സാധനങ്ങളാണെങ്കിൽ മോമോ ആണെങ്കിൽ അവിടെ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. അഷിഡോയ്ക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ അല്പം കോൺഫിഡൻസ് തോന്നും. ഉറപ്പായാലും നമ്മളിതിൽ ജയിക്കും. അപ്പൊ ദൂരത്തായിട്ട് അവർ കാണും ആ ഒരു ട്രൈബ് വില്ലൻ അത് ഇപ്പോൾ അവരുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ളവരാണെങ്കിൽ മോമോയോട് വിളിച്ചു പറയും, മാറി നിൽക്ക്, അത് ക്ലോസ് എത്തിക്കഴിഞ്ഞു. ഇവിടെ മൗണ്ട് ലേഡിയെ കൊണ്ടാണെങ്കിൽ ഇനി ഒട്ടും വയ്യ, പൂർണ്ണമായിട്ടും തളർന്നു പോയിരിക്കുകയാണ്. ആ ഒരു ട്രൈബ് മാന്റെ ബോഡിയിലുള്ള വില്ലന്മാര് അവരാണെങ്കിൽ അവളെ കൊല്ലാൻ കഴിയുവാൻ ശ്രമിക്കും. പക്ഷെ അവന്റെ ബോഡിയിലായതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പവർ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ട്രൈബ് മാൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഓടി വന്ന് ആ ട്രാപ്പിൽ വീഴുകയാണ്. ഡോഗായും വേറൊരു വില്ലനും അവർ രണ്ടുപേരും ദൂരേക്ക് തെറിച്ച് വീഴും. ആ ഗ്യാപ്പിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ മുൻപിലുള്ള മൗണ്ട് ലേഡിയെ സേവ് ചെയ്യുകയാണ്. ട്രൈബ് മാൻ ആണെങ്കിൽ അവർ കരുതിയതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ആ ട്രാപ്പിൽ വീണ് കഴിഞ്ഞു. അവനെ എഴുന്നേക്കാതിരിക്കാനായിട്ട് അവരാണെങ്കിൽ കയറൊക്കെ വെച്ച് അവനെ ലോക്ക് ചെയ്ത് താഴേക്ക് വലിക്കും. പക്ഷേ അവന്റെ സൈസ് വളരെ കൂടുതലാണ്. സ്ട്രെങ്ത് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറവും. അവന്റെ ഫുൾ പവറിൽ സ്ട്രെങ്ത്തിൽ മുകളിലേക്ക് എഴുന്നേക്കാനായിട്ട് ശ്രമിക്കും. ആ സമയത്ത് അവരുടെ കൺട്രോൾ പോയി വലിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചെക്കന്മാരും പെൺകുട്ടികളും എല്ലാം തന്നെ മുകളിലേക്ക് പോവാണ്. ഇവിടെ ലീഗ് ഓഫ് വില്ലൻസ് ആണെങ്കിൽ താഴേക്ക് നോക്കും. US സ്കൂളിലെ കുട്ടികൾ ഇത്രയധികം ഉണ്ടെന്നും അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പവർ ഉണ്ടെന്നും ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് തന്നെ. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പുറകിലൂടെ വന്ന് ആ ലീഗ് ഓഫ് വില്ലൻസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ലീഗ് ഓഫ് വില്ലൻസ് ആണെങ്കിൽ അതിലും പവർഫുൾ ആണ്. അവരാണെങ്കിൽ തിരികെ ഇപ്പം നമ്മുടെ കുട്ടികളെ അറ്റാക്ക് ചെയ്യും. അതേസമയം തന്നെ ഇവിടെ നമ്മുടെ കുട്ടികൾ ചിലരാണെങ്കിൽ ആ ഒരു വലിയ ട്രൈബ് മാന്റെ വാ അത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് മയങ്ങാനുള്ള മോമോയുടെ ലിക്വിഡ് അതങ്ങനെ ഒഴിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അതാണെങ്കിൽ നല്ല ഫോഴ്സിൽ തിരിച്ചങ്ങനെ ഊതും. ആ മരുന്നും അതോടൊപ്പം നമ്മുടെ ആൾക്കാരും ഓരോ ഭാഗത്തേക്ക് തെറിച്ച് വീഴുകയാണ്. മരുന്ന് പോയാലും കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാർക്ക് ഒന്നും പറ്റാൻ പാടില്ല. അവരാണെങ്കിൽ എങ്ങനെയൊക്കെയോ വലിയ പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെടും. ആ ഗ്യാപ്പിൽ തന്നെ ഡാബി ആണെങ്കിൽ അവന്റെ ഫയർ പവർ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യും. ഉടനെ ട്രൈബ് മാൻ ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് നിൽക്കും. സോ നമ്മുടെ ആൾക്കാരുടെ പ്ലാനുകളെല്ലാം തന്നെ ചീറ്റി പോയിരിക്കുകയാണ്. ആ മരുന്നാണെങ്കിൽ ഒരു കരുതിയതുപോലെ അതിന്റെ വായിൽ ഒഴിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ട്രാപ്പ് തകർത്ത് അതിപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞു. മോമോ ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കില്ല. അവൾ സെറ്റ് ചെയ്ത് വെച്ച ആ ബോംബ് അതങ്ങനെ പൊട്ടിക്കുകയാണ്. ആ ബോംബുകൾ അങ്ങനെ അറഞ്ചം പുറഞ്ചം പൊട്ടി വീണ്ടും ട്രൈബ് മാൻ ആണെങ്കിൽ താഴേക്ക് അങ്ങനെ അടിച്ചു വീഴുകയാണ്. ഇവിടെ വില്ലന്മാർക്കാണെങ്കിൽ ഏകദേശം കാര്യം പിടികിട്ടും. ഇങ്ങനെ പോവുകയാണെങ്കിൽ അവരും ഇവിടെ പെട്ടുപോകുമെന്ന്. ഒരു ട്രൈബ് മാൻ അവിടുന്ന് എഴുന്നേറ്റ് പോയാൽ മാത്രമേ അവർക്കും രക്ഷയുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോഴായിരിക്കും കുറച്ച് സൂപ്പർ ഹീറോസ് അവിടേക്ക് വരിക. മൗണ്ട് ലേഡി ആണെങ്കിൽ ചാടി വന്ന് ആ ട്രൈബ് മാന്റെ വാ തുറക്കാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മുടെ ആൾക്കാർ ഒന്ന് അവന്റെ വായിലേക്ക് ഒഴിക്കാൻ ശ്രമിക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. അതെന്താണെന്ന് അറിയില്ല എങ്കിലും അവനെ ഇല്ലാതാക്കാനുള്ള എന്തോ ആണെന്ന് മനസ്സിലാക്കി അവൾ അതിന് ശ്രമിക്കുകയാണ്. ആ സമയത്ത് അഷിട്ടോ ആണെങ്കിൽ അവിടേക്ക് പറന്നു വരും. അവളുടെ ചുറ്റും ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഫയറിന് അവളൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഞാൻ വിട്ടുകൊടുക്കാൻ പാടില്ല, ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പോ ആ ഒരു ട്രൈബ് മാന്റെ തൊട്ടടുത്തെത്തും. മറ്റൊരു ഭാഗത്ത് ആ ഒരു ബ്ലൂ ഫ്ലെയിം കാരണം ബാക്കി സൂപ്പർ ഹീറോസിന് ട്രൈബ് മാന്റെ അടുത്തേക്ക് വരാനായിട്ട് കഴിയില്ല. ഇവിടെ മൗണ്ട് ലേഡി ആണെങ്കിൽ വിടാതെ അവന്റെ വായങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. ആ സമയം ട്രൈബ് മാൻ ആണെങ്കിൽ അവന് പറ്റിയ അമളി അത് മനസ്സിലാവും. ഞാൻ വന്ന വഴി അതെനിക്ക് തെറ്റിപ്പോയി, ഞാൻ വിട്ടുകൊടുക്കാൻ പാടില്ല, ഇവിടെ നിന്ന് എഴുന്നേറ്റ് എനിക്ക് എന്റെ മാസ്റ്ററിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൻ കണ്ണു തുറക്കും. അവന്റെ ശബ്ദം കേട്ട് അവളാണെങ്കിൽ ഒരു സെക്കൻഡ് ഞെട്ടുകയാണ്. ചെറുപ്പത്തിൽ ഇതേ ശബ്ദം കേട്ടാണ് പേടിച്ചിട്ടുള്ളത്. സോ ആ പേടിയിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മയങ്ങുന്ന മെഡിസിൻ അതങ്ങനെ തെറിച്ചു പോകും. മൗണ്ട് ലേഡിക്കാണെങ്കിൽ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവാതെ അവൾ വണ്ടർ അടിക്കുമ്പോൾ ആ ഒരു ട്രൈബ് മാൻ ആണെങ്കിൽ അവളെ തൂക്കിയെടുത്ത് വലിച്ചെറിയും. അതിനുശേഷം അഷിട്ടോയെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ലക്ഷ്മി ആണെങ്കിൽ അവിടേക്ക് പാഞ്ഞു വന്ന് അഷിട്ടോയെ തള്ളി മാറ്റുകയാണ്.
ആ സമയം ട്രൈബ് മാൻ അങ്ങനെ ആഞ്ഞ് പഞ്ച് ചെയ്യും. മൗണ്ട് ലേഡി ആണെങ്കിൽ വീണ്ടും തകർന്ന് തരിപ്പണമായി താഴെ വന്ന് വീഴും. അഷിട്ടോ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. കാരണം അവൾ കാരണമാണ് ഇത് സംഭവിച്ചത്. കരീഷ്മ അവന്റെ പഞ്ചിൽ അങ്ങനെ പെട്ട് കിടക്കുകയാണ്. അത് കണ്ട് അവളാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ടെറ്റ്സു ആണെങ്കിൽ കരീഷ്മയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ടെറ്റ്സു ആണെങ്കിൽ അതിനെ സമ്മതിക്കില്ല. കാരണം ആ ഒരു വില്ലൻ അവൻ ഇപ്പോഴും ആ ബ്ലൂ ഫ്ലെയിം വെച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത ആ വില്ലൻ ട്രൈബ് മാനെ കാണിക്കും. അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ ബാക്കിയുള്ള ലീഗ് ഓഫ് വില്ലൻസിനെ അവന്റെ കയ്യിലെടുക്കും. നിങ്ങൾ സേഫ് ആയിട്ട് എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം, ഇല്ലന്മാരെ ഞാൻ അടിച്ച് തെറിപ്പിക്കാൻ പോവുകയാണെന്ന് പറയും. അപ്പോഴായിരിക്കും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കരീഷ്മ അവന്റെ ബോഡിയിലൂടെ മുകളിലേക്ക് പാഞ്ഞു വരിക. കരീഷ്മയാണെങ്കിൽ അവന്റെ അറ്റാക്കിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടിരുന്നു. മുകളിലേക്ക് വന്ന് അവനാണെങ്കിൽ ഉമ്മ കൊടുത്ത മയക്കുന്ന ആ മെഡിസിൻ അവന്റെ വായ്ക്ക് നേരെ ആഞ്ഞെറിയും. അത് കണ്ടൊരു വില്ലനാണെങ്കിൽ അത് പൊട്ടിച്ച് കളയും. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ നിമിഷമായിരിക്കും അവന്റെ രണ്ടാമത്തെ ബോട്ടിൽ അത് അവൻ ഓർമ്മ വരും. തഷിയുടെ കയ്യിലുണ്ടായിരുന്ന അതേ മെഡിസിന്റെ വയലാണ്. അത് അവൻ ക്യാച്ച് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറിയത്. അവൻ അതെടുത്ത് ഇപ്പോ ആ ഒരു ട്രൈബ് മാന്റെ വായിലേക്ക് എറിയും. അത് കറക്റ്റായിട്ട് അകത്തേക്ക് പോവും. അവൻ വാ ക്ലോസ് ചെയ്യും. ട്രൈബ് മാൻ ആണെങ്കിൽ ദേഷ്യത്തിൽ കരീഷ്മയെ പിടിച്ച് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഉടനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ കനോൺസ് ഒക്കെ വെച്ച് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഉടനെ മഡ്മാൻ ആണെങ്കിൽ അവിടെ മുഴുവൻ മഡ് ക്രിയേറ്റ് ചെയ്ത് ആ ഫ്ലെയിം ആണെങ്കിൽ മഡിനകത്തേക്ക് പൊതുപ്പിച്ച് കളയാണ്. ആ ഗ്യാപ്പിൽ കരീഷ്മയെ അവർ സേവ് ചെയ്യും. ഇപ്പോൾ ആ ഒരു ട്രൈബ് മാൻ കൂടുതൽ സ്പീഡിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ മരുന്ന് വളരെ വേഗം വർക്ക് ചെയ്ത് അവന്റെ ബോധം പെട്ടെന്ന് തന്നെ പോവും. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം കരീഷ്മ അവന്റെ ജീവൻ പണയപ്പെടുത്തി ആ മിഷൻ സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രോ ഹീറോ ആയിട്ടുള്ള മജസ്റ്റിക്കിനെ അറിയിക്കും. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. സ്റ്റുഡൻസ് ഇത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് അവർ കരുതിയതല്ല. ഉടനെ അവനാണെങ്കിൽ ബാക്കിയുള്ള പ്രോ ഹീറോസ് ആയിട്ട് അവിടേക്ക് വരും. അവിടേക്ക് വന്ന പ്രോ ഹീറോസ് ആണെങ്കിൽ സ്റ്റുഡൻസിനോട് ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം പറയും. പക്ഷെ അപ്പോഴായിരിക്കും അവർ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു ട്രൈബ് മാൻ അവന്റെ ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് പോവുക. അവന്റെ സൈസ് ഇപ്പൊ 10 മടങ്ങാക്കി വലുതാക്കി അവൻ കൈ ചുരുട്ടി നിലത്തങ്ങനെ ആഞ്ഞ് പഞ്ച് ചെയ്യാണ്. അത് കണ്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഞെട്ടും. മറ്റൊരു ഭാഗത്ത് ആ മാക്കിയ സിറ്റി കാണിക്കും. ജാക്കോ സിറ്റി കാണിക്കും. സിറ്റി ആണെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്ന് കിടക്കുകയാണ്. ഇവിടെ കച്ചാപ്പയ്യനാണെങ്കിൽ ദേഷ്യം കൂടി വരും. കാരണം ആ ഡാബുറയുടെ പവർ അതൊരുപാട് കഷ്ടപ്പെട്ട് അവർ എറേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നമ്മുടെ ഹീറോസിനും ടീമിനും അവനെ പൂർണ്ണമായിട്ട് ലോക്ക് ചെയ്യാനോ തോൽപ്പിക്കാനോ സാധിക്കുന്നില്ല. അതിലവൻ പല്ല് കടിക്കും. ആണെങ്കിൽ ഡാബുറയുടെ അടുത്തേക്ക് വരും. നിന്നെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല, മര്യാദയ്ക്ക് സറണ്ടർ ആവുന്നതാണ് നിനക്ക് നല്ലത്. അതിനവനാണെങ്കിൽ പതിയെ എഴുന്നേൽക്കും. നിങ്ങൾ സൂപ്പർ ഹീറോസ് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുകയാണ്, എല്ലാവരെയും പറ്റിക്കുകയാണ്. നിങ്ങൾ സമൂഹത്തിൽ എല്ലാവരെയും ബോധിപ്പിക്കാനായിട്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നതായിട്ട് ഭാവിക്കും. അതിനുശേഷം നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്. മാത്രമല്ല ചെറുപ്പത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ അലഞ്ഞു നടന്നപ്പോൾ നിങ്ങളെപ്പോലെ ഒരു സൂപ്പർ ഹീറോയെ പോലും എന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ അവിടെ കണ്ടില്ല. ആ സമയത്ത് എന്റെ കൂടെ നിന്നത് ഫർ വൺ ആണ്. എല്ലാവർക്കും നന്മ ചെയ്യുന്ന നിങ്ങൾ അപ്പോൾ എവിടെയായിരുന്നു? പോലീസ് വരും, സൂപ്പർ ഹീറോസ് വരും, എന്നെ രക്ഷിക്കുമെന്നൊക്കെ ഞാൻ ഒരുപാട് കരുതിയതാണ്. പക്ഷെ ആരും വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ആൾഫാർ വണ്ണിന്റെ പാതയിലാണ്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എന്നെ തഴഞ്ഞവരെ ഇപ്പൊ ഞാനും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പതിയെ പതിയെ അവനെ തന്നെ ഹീൽ ചെയ്യാണ്. അത് കണ്ട് എൻഡവറാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ നരകത്തിന്റെ വാതിലാണ്, നീ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വലിയൊരു ഫയർ ഉപയോഗിക്കും. പക്ഷെ അവനാണെങ്കിൽ ആ ഫയറിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. ആ ഡമോറ വില്ലനാണെങ്കിൽ ഇപ്പൊ എൻഡവർക്ക് നേരെ കൊതിച്ചു പായും. അത് കണ്ട ടൊറീനോ ആണെങ്കിൽ അവനെ മടക്കി ലോക്ക് ചെയ്യാണ്. പക്ഷേ ഡമോറ അദ്ദേഹത്തെ തട്ടിമാറ്റി അദ്ദേഹത്തിന്റെ കാലില് അവന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് പരിക്ക് പറ്റിക്കുകയാണ്. കാലൊടിഞ്ഞ് രക്തം അങ്ങനെ പുറത്തേക്ക് ചീറ്റും. ആൻഡ് ടൊറീനോയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ കണ്ട് ഇപ്പൊ ബാക്കിയുള്ളവർ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഓടി വരും. അടുത്ത നിമിഷം ഡമോറയാണെങ്കിൽ ഇപ്പൊ ഗ്രാൻഡ് ടൊറീനോയെ നിലത്താഞ്ഞടിക്കുകയാണ്. ഒരു നിമിഷം ഗ്രാൻഡ് ടൊറീനോ അവനെ നോക്കും. അവന്റെ ഫ്ലാഷ് ബാക്കുകൾ അതൊന്നൊന്നായിട്ട് ഇപ്പൊ ഗ്രാൻഡ് ടൊറീനോ അദ്ദേഹം ആലോചിച്ചെടുക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുന്ന അതേ സമയം ഇവിടെ കച്ചാ പയ്യനും ഇസുക്ക് പയ്യനും അവർ രണ്ടുപേരും ഡാബുറോയ്ക്ക് നേരെ പറന്നു വരും. അത് മനസ്സിലാക്കിയ ഡാബുറ ആണെങ്കിൽ ഇപ്പൊ അവിടുന്ന് അങ്ങനെ എറേസർ ഹെഡിനെ ലക്ഷ്യമാക്കി പോകും. കാരണം എറേസർ ഹെഡിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഈസി ആയിട്ട് അവന്റെ നഷ്ടപ്പെട്ടു പോയ പവറുകൾ തിരികെ പിടിക്കാനായിട്ട് പറ്റും. ഇവിടെ ഇസുക്കിനോടും കച്ചാ പയ്യനോടും എൻഡവർ അവന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയും. അതേസമയം ഡമോറയാണെങ്കിൽ ഇതിന്റെ ബോഡിയിലുള്ള 1/4 പവർ അതെടുക്കാനായിട്ട് ഇപ്പൊ നീഡിലൊക്കെ കരുതി അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഉടനെ ഡ്രാഗൺ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഡമോറയെ പിടിച്ചു വലിച്ച് അങ്ങനെ ലോക്ക് ചെയ്യാണ്. അത് കണ്ട ഹീറോ ആണെങ്കിൽ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. ഞാൻ ഈ ലോകത്ത് ക്ഷമിക്കാത്തത് നിന്നോടാണെന്ന് പറയും. അതിന് ഡമോറയാണെങ്കിൽ ഞാൻ ഈ ലോകത്തുള്ള ആരോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോയുടെ വയറ്റിൽ തന്നെ ഞെട്ടിക്കും. അവൻ ചോര തുളുമ്പി താഴേക്ക് പോകും. പക്ഷെ ഹീറോ വിട്ടുകൊടുക്കാതെ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. എന്തവരാണെങ്കിൽ വിളിച്ചു പറയും, ഒരല്പസമയം കൂടെ അവനെ പിടിച്ചു വെക്ക്, എന്റെ അൾട്ടിമേറ്റ് പഞ്ച് ഉപയോഗിച്ച് ഞാൻ അവനെ തകർക്കാമെന്ന് പറയും. ഡമോറ ആണെങ്കിൽ ഇപ്പൊ മറ്റൊരു മരുന്ന് കയ്യിലെടുക്കും. ആ ഒരു എറേസർ ഹെഡിനെ അദ്ദേഹത്തെ തകർക്കാനായിട്ട് അവൻ ആ മരുന്ന് കയ്യിലെടുക്കുന്നത് കണ്ട നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ പഞ്ച് ചെയ്യാൻ ശ്രമിക്കും. ഡമോറ ആണെങ്കിൽ ഹീറോയുടെ കൈ ആഞ്ഞ് കടിച്ച് ആ ഒരു മരുന്ന് ഇപ്പൊ എറേസർ ഹെഡിന് നേരെ വലിച്ചെറിയും. ആ ഒരു മരുന്നാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് ഇപ്പൊ എറേസർ ഹെഡിന്റെ കാലിൽ അങ്ങനെ തറച്ച് കയറുകയാണ്. ആൾ ആ കാഴ്ച കണ്ട് അങ്ങനെ ഞെട്ടി ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും